നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് മപ്പാസാണ്. നമ്മുടെ ഈ തൃശ്ശൂർ ഏരിയയിലൊന്നും അധികം ഉണ്ടാക്കാത്തൊരു ഐറ്റമാണ്. കുട്ടനാടൻ വിഭവമാണ്. അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മാർക്കറ്റിലൊക്കെ പോയി താറാവൊക്കെ വെട്ടി മേടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ കഴുകി ഒക്കെ ശരിയാക്കാൻ പോവുകയാണ്. നമുക്ക് അതിൻ്റെ ഐറ്റംസിലേക്ക് പോവാം. 2 താറാവാണ് എടുക്കുന്നത്. അത് 2700 ഉണ്ടാകുന്നത്. നമ്മൾ ഇറച്ചി നോക്കിയപ്പോൾ 1300 ഉള്ളൂ. ആദ്യം നമ്മളൊന്ന് വെള്ളമൊഴിച്ച് കഴുകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉപ്പും അതുപോലെ ചെറുനാരങ്ങയും ഒക്കെ ഒഴിച്ച് കഴുകാൻ പോവുകയാണ്. ഒരു താറാവിനൊരു മണം ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും അതുപോലെ ചെറുനാരങ്ങ നീരും കൊണ്ടൊക്കെ നമ്മൾ കഴുകുന്നത്. നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ടാണ് കഴുകുന്നത് കേട്ടോ. കല്ലുപ്പിട്ട് കഴുകുന്നുണ്ട്. ഒരു ചെറുനാരങ്ങ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഹാഫ് എടുത്തിപ്പോൾ ആദ്യം കുറച്ച് നേരം ഇങ്ങനെ ഉപ്പും ചെറുനാരങ്ങയും കൂട്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കാം. കാരണം ആ ചെറുനാരങ്ങയും ആ ഉപ്പിട്ടപ്പോൾ അതിൻ്റെ നിറം തന്നെ മാറി. ഇനി ഒരു 4 തവണ കൂടി കഴുകിയെടുക്കണം. നല്ല നെയ്യുള്ള താറാവാട്ടോ. ഇറച്ചിയൊരു വേറൊരു നിറമായി മാറിയിട്ടോ. തൂവൽ പെടാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. തൂവൽ ലെവലേശം ഉണ്ടാവരുത്. അത് നോക്കണം നമ്മൾ പ്രത്യേകിച്ച്. കോഴിയിറച്ചി പോലെ അല്ല കേട്ടോ. ഇത് കുറച്ച് ഒരു ഡാർക്ക് നിറമാണ്. നമ്മളത് വാര വയ്ക്കാൻ പോകുന്നത്. അണ്ടിപ്പരിപ്പ് കുതിർത്തി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് മപ്പാസിലേക്ക് മെയിൻ ഒരു ഐറ്റമാണ്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം അതിനെ കഴുകേണ്ട വെള്ളം കുറച്ച് ഉപയോഗിക്കുന്നത്. ഓവർ വെള്ളം ഇല്ലാണ്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഇത് തുടച്ചെടുക്കാം നമുക്ക്. ഇതുപോലെ നല്ല കുഴമ്പായിട്ട് അരച്ചെടുക്കണം. ഓവർ വെള്ളമൊന്നും ഇല്ലാണ്ട് ഇതുപോലെ കുഴമ്പായിട്ട് അരച്ചെടുക്കണം. വലിയൊരു കഷ്ണം ഇഞ്ചി. ഇത് നമുക്ക് കുക്കറിലിട്ട് താറാവ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാൻ കേട്ടോ. പിന്നെ ഒരു 10 കഷ്ണം വെളുത്തുള്ളി, പച്ചമുളക് നമുക്കിപ്പോൾ അതിലൊരു 1 ചില്ലറ ഇറച്ചി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു 5-6 പച്ചമുളക് കട്ട് ചെയ്തിടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലിടുന്നുണ്ട്. ഇത് അരച്ചെടുക്കാനാണ് കേട്ടോ. താറാവ് വേവിക്കാൻ വേണ്ടിയിട്ടേ. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചാണ്. നമ്മുടെ വീട്ടിൽ പൊടിച്ചാണ്. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ചാന്ത് പോലെ അരച്ചെടുക്കണം. ആ ഐറ്റംസ് നമ്മളില്ലേ. അപ്പോൾ കുക്കറിലൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റവിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരച്ച മസാല ഉണ്ടല്ലോ അതിൽ ആഡ് ചെയ്യാണ്. ഇതുകൊണ്ടാണ് നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഈ ഒരു ജാറ് നമുക്ക് കഴുകിയിട്ട് അതിൽ ഒഴിക്കാം. അത്രയും മതി. പിന്നെ എന്താ വെച്ചാൽ കുറച്ച് താറാവിലുണ്ടാവും ഓൾറെഡി വെള്ളം. എന്നിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കാം.
ഒരു സ്പൂണ് കല്ലുപ്പ് ഇടുന്നുണ്ട് കേട്ടോ. കല്ലുപ്പ് കൂടുതൽ യൂസ് ചെയ്യുക, പൊടിയുപ്പ് അതേ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്യുക. ആ വെള്ളം ഇതിൽ മൊത്തം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും പിടിച്ചു കേട്ടോ മസാല അതിൻ്റെ. ഇനി നമ്മളത് അപ്പം നമുക്ക് ഗ്യാസൊക്കെ ഓണാക്കിയിട്ട് ഒന്ന് കത്തിക്കാം. ഗ്യാസൊക്കെ ഓണാക്കിയിട്ട് ഒന്ന് കത്തിക്കാം കേട്ടോ. ഒരു മൂപ്പുപൊടി താറാവാണെങ്കിൽ ഒരു 5 വിസിൽ. നാടൻ കോഴിയുടെ വേവാണ് കേട്ടോ ശരിക്കും സാധനം. ഇത് നാടൻ താറാവാണ്. അപ്പോൾ ഒരു 5 വിസിലൊരു അടിക്കണം, എന്നാലാണ് കറക്റ്റ് വേവ് വരുള്ളൂ. ഒരു വിസിൽ നല്ല ഫ്ലെയിമിൽ വെക്കുക, ഒരു വിസിൽ വരണവരെ. പിന്നെ ഉള്ള വിസിൽ അത് കുറച്ച് വെച്ചാൽ മതി, അപ്പോഴേ വെന്ത് കിട്ടുള്ളൂ. ആദ്യത്തെ വിസിൽ നല്ല ഫ്ലെയിമിൽ വെച്ചാൽ അത് പെട്ടെന്നാവും. പിന്നുള്ള വിസിൽ പെട്ടെന്ന് വരും. അപ്പോൾ അത് ഫ്ലെയിം കുറച്ച് വെക്കണം. കൂടുതൽ അതേമാതിരി കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് പോയാൽ ഇറച്ചി കരിഞ്ഞു പോകും. ഫസ്റ്റ് വിസിൽ വന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊന്ന് കുറച്ച് വയ്ക്കുക. നമ്മൾ താറാവ് ഉണ്ടാക്കുന്നത് ഫുള്ള് ചുവന്നുള്ളിയിലാട്ടോ. 1.5 കിലോ 1,300 ഇറച്ചി ഉള്ളത്. കാര്യം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 300 ഗ്രാം ചുവന്നുള്ളി എടുത്തേക്കണം. സബോള ഐറ്റംസ് കൂട്ടണില്ല. ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ചെറുതാക്കി അരിഞ്ഞാൽ പെട്ടെന്ന് ആവും ചെയ്യും. ചുവന്നുള്ളി മൊത്തം കുറച്ച് നമുക്ക് അത് ഒലിച്ചിട്ടൊക്കെ കുറച്ച് പാടുണ്ടെന്നുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണ്. സബോളയൊക്കെ മാറിയിരിക്കണം. കുക്കറോടെ വിസിൽ വന്നുകൊണ്ടിരിക്കട്ടെ, അതിനപ്പം നമുക്ക് ഇതിൻ്റെ പണി കഴിച്ച് വയ്ക്കാമല്ലോ. താറാവ് വെന്തുണ്ട് കേട്ടോ. അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി കൂടെ അരിഞ്ഞിട്ട് അത് മസാലയാക്കാം. നമ്മൾ നന്നാക്കി ചേർന്ന ഉള്ളി കുറച്ച് മാറ്റി വയ്ക്കേണ്ടത്. അത് ലാസ്റ്റ് നമുക്കത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിൽ കറിയൊക്കെ അതിന് ശേഷം വറുത്തിടാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് നമ്മൾ കീറിയിട്ടുണ്ട് കേട്ടോ ഇതിൽ. ഉരുളി വെച്ചിട്ടുണ്ട്, ഇതൊന്ന് കത്തിച്ചെടുക്കാം. നമ്മൾ മപ്പാസ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. ചൂടായിട്ടുണ്ട്. ഇത് പെടുമോ? ഇതിലൊരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അത് ചുവന്നുള്ളി അത് ആഡ് ചെയ്യാണ്. ഇനി അതൊരു നല്ല നിറം കയറുമ്പോൾ അതിലേക്ക് മറ്റുള്ള ഐറ്റംസ് ഇടാം. അതായി കൊണ്ടിരിക്കുകയാണ്. കറിവേപ്പില ഒരു 10 അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ചുവന്നുള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആ ഐറ്റംസുകൾ ഇതിൽ ചേർക്കണം. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ആ മുളക് പൊടി വേണ്ട, കാശ്മീർ ചില്ലി മതി. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം കുറച്ചാണ് ഇത് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്പൂണ് കാശ്മീർ ചില്ലിയാണ് കേട്ടോ. സാധാ മുളക് പൊടിയല്ല, കാശ്മീർ ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. ഒരൊറ്റ സ്പൂണ്. മല്ലിപ്പൊടി നമ്മൾ ഇളക്കി ചെയ്യുന്ന കയ്യിൽ നിന്ന് കണ്ടോ, അത്രയും നമ്മൾ ഇടുന്നുണ്ട് ഇതിൽ. അതുപോലെ കുറച്ചും കൂടി വേണം. അതിന് 2 സ്പൂൺ ഇട്ടുണ്ട് കേട്ടോ മല്ലി. ഇനി എണ്ണയൊക്കെ ഇടുന്നിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ മണവും അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. 1 ടീസ്പൂണ് കാണില്ല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ താറാവും തുറന്ന് നോക്കാം. എയറെല്ലാം പോയിട്ടുണ്ട്. ഒരു എല്ല് മാത്രമേ ഉള്ളൂ കേട്ടോ. നാടൻ കോഴി വേവിച്ച പോലെ തന്നെയാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളത്തോട് കൂടി നമ്മൾ ഈ മസാലയിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. നമ്മുടെ മസാല നല്ലോണം മൂത്തു കേട്ടോ.
ഇനി അതിലേക്ക് നമ്മളത് ആ വെള്ളത്തോട് കൂടിയിട്ട് ഒഴിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇതിൽ ഉപ്പിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ മസാലയൊക്കെ ആവണ സമയത്ത് കുറച്ച് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറച്ചും കൂടി ഇടുക. ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും വേണ്ട, ഉപ്പ് കുറച്ചും കൂടി ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒഴിക്കാൻ പോകുന്നത് സെക്കൻഡ് പാലാണ്. ഒരു തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ ഒരു ഫുൾ കപ്പ് വലിയ കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് ഒഴിച്ച് വേവിക്കാം. അപ്പോൾ ഈ മസാല ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് തേങ്ങാപ്പാൽ ഒഴിക്കണം ഇതിലേക്ക്. അത് നല്ലോണം വറ്റണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഇനി വേവാനുള്ള വേവ് ആവും. ബിജുവിനെ കുറച്ച് തീ വെച്ച് കയറ്റി കൊടുക്ക്. കുറച്ച് ഈ വെള്ളം കൂടി വറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ അണ്ടിപ്പരിപ്പ്. അത് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയൊക്കെ വെച്ച് ചെറിയ ചീഞ്ചട്ടി വെച്ച് എണ്ണയൊക്കെ വെച്ച് ചുവന്നുള്ളി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും. നല്ലോണം തിള വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഇതിൽ ഏകദേശം അങ്ങോട്ട് വറ്റണം. ഒരു കുഴമ്പ് രൂപമാണ്. അപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് പാൽ ആഡ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് വേവാനുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വെന്തോളും. 5 വിസിൽ വെച്ചിട്ടും ഇനിയും വേവാൻ ബാക്കിയാണ് കേട്ടോ. നാടൻ കോഴിയുടെ അതേ വേവാണ്. താറാവ് നാടൻ താറാവായതുകൊണ്ട് കേട്ടോ. അത് സ്മെല്ല് കൂടാണ്ടിരിക്കാനാണ് നമ്മൾ ഒന്നില്ലെങ്കിൽ സുറുക്ക ഒഴിച്ച് കഴുകുക. ഒരു 8-10 തവണ കഴുകണം. അല്ലെങ്കിൽ ചെറുനാരങ്ങ. നമ്മളിപ്പോൾ ഒന്ന് ചെറുനാരങ്ങ ഉപയോഗിച്ചാൽ സുറുക്ക വേണ്ട വെച്ചിട്ട് നമ്മൾ ചെറുനാരങ്ങ പിഴിച്ച് കുറേ നേരം വെച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 5-8 തവണ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ ഉപ്പിട്ടിട്ട് ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിൽ ഒഴിക്കാൻ പോണത് ഫസ്റ്റ് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മപ്പാസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒറ്റ ഐറ്റം കൂടി ഇതിൽ കൂട്ടിയാൽ പിന്നെ ഇറക്കി വയ്ക്കുക. ചുവന്നുള്ളി അരിയുക, താളിക്കുക. ഇനി അണ്ടിപ്പരിപ്പ് അരച്ച് ചെയ്തിടാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പ് ഇതിൽ ആഡ് ചെയ്യാണ്. ഇത് ഇട്ടിട്ട് പിന്നെ തിളയ്ക്കാൻ പാടില്ല. വേഗം ഓഫ് ചെയ്യുക. പിന്നെ തീ നമ്മൾ കുറച്ച് പറ്റും വേഗം. അപ്പോളേ ഇത് നമുക്ക് കൊണ്ട് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ചീഞ്ചട്ടി വെച്ച് വറുത്തിടാം. എണ്ണ ഒഴിച്ചോ. വെളിച്ചെണ്ണ അതിൽ ഒഴിക്കുന്നുണ്ട്. നമുക്ക് ചുവന്നുള്ളി ചെറുതാക്കി നൈസായിട്ട് അരിയാം. ഓവറായിട്ട് മുളക് പൊടിയൊന്നും ഇതിലിടാൻ പാടില്ല കേട്ടോ. ഒരു സ്പൂൺ മുളക് പൊടി ഞാനിട്ടുള്ളൂ. ബാക്കി കുരുമുളകും ഇഞ്ചിയും അതുപോലെ പച്ചമുളകൊക്കെയാണ് ആഡ് ചെയ്തെടുക്കുന്നത്. ഇതിൽ വേറെ ഐറ്റംസ് ഒന്നും ഇടണ്ട കേട്ടോ. കറിവേപ്പില, വേപ്പിൻ്റെ ഇല, വേറെ ഒന്നും വേണ്ട. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ എണ്ണ ഓഫ് ചെയ്തിട്ട് ഇതിൽ സ്വല്പം മുളക് പൊടി ഇടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒഴിക്കും ലാസ്റ്റ് ഫിനിഷ്. അപ്പോൾ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ മൂത്തു. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തിട്ട് അതിലൊരു സ്വല്പം മുളക് പൊടി ഇട്ടിട്ട് ഒഴിക്കും. അപ്പോൾ സ്വല്പം എണ്ണയൊക്കെ ഓഫ് ചെയ്തിട്ട് സ്വല്പം മുളക് പൊടി. ഇത് നമ്മൾ ഈ പാൽ ഒഴിച്ചുണ്ടാക്കുന്ന കറികളിലൊക്കെ ഇതുപോലെ ചെയ്യാം കേട്ടോ. നമ്മുടെ താറാവ് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയ്ക്ക് നമുക്ക് ഈ താറാവുകളുണ്ടാവും. ഓക്കെ അല്ലേ? പിള്ളേരെ ടേസ്റ്റ് ചെയ്ത് ഇത് ഓവർ ഗ്രേവി പാടില്ല കേട്ടോ. ടൈറ്റ് ഗ്രേവി പാടുള്ളൂ. അപ്പം നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം. അവർ ടേസ്റ്റ് ചെയ്ത് പറയട്ടെ. സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടില്ല.
സംഭവം നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഷെരീഫേ സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്യണം. പുതിയതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണം. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.